പകരച്ചുങ്കം വേണമെങ്കിൽ വിരട്ടലും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുത്തൻ നയത്തോട് ശക്തമായി പ്രതികരിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ട്രംപിൻ്റേത് മാത്രമല്ല, ആപ്പിളും കോളയും ടെസ്ലയും ആമസോണും ഗൂഗിളും ഫേസ്ബുക്കും അടക്കമുള്ള മാർക്കറ്റിലെ സകല വമ്പന്മാരുടേത് കൂടിയാണ് അമേരിക്ക എന്ന് ഓർമ്മിപ്പിച്ച ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യ. അമേരിക്കയുമായുള്ള നയതന്ത്രം മരിച്ചുവെന്ന് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്ന സാഹചര്യത്തിലാണ് ആ വിരട്ടൽ ഇങ്ങോട്ട് വേണ്ടെന്ന നയവുമായി ഇന്ത്യ മുന്നോട്ട് വന്നത്. പ്രധാനമായും 2 തരത്തിലാണ് ട്രംപിനെ നേരിടാൻ ഇന്ത്യ തയ്യാറെടുത്തത്. ഒന്ന്, അമേരിക്കയില്ലെങ്കിൽ വേണ്ട, കയറ്റുമതിക്ക് മറ്റ് രാജ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കാമെന്ന സർക്കാർ തീരുമാനം. 2, അമേരിക്കയ്ക്ക് നമ്മളെ വേണ്ടെങ്കിൽ അവരെ നമുക്കും വേണ്ട എന്ന പൊതുജന പ്രതികരണം. അമേരിക്ക പോലെ ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയിലേക്കുള്ള കയറ്റുമതി കേൾക്കുന്ന ഏതൊരാഘാതവും ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. പ്രത്യേകിച്ച് കയറ്റുമതി സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഭാഗമായുള്ള ഒരു രാജ്യത്ത്. ബദലുകളാണ് ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ്. ഇപ്പോൾ അതിനുള്ള കരുത്ത് നമുക്കുണ്ട് താനും. കയറ്റുമതിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചാണ് ഇന്ത്യയുടെ ഓരോ നീക്കവും. ഒരൊറ്റ രാജ്യത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ള കയറ്റുമതി നയത്തിന് പകരം കയറ്റുമതി വ്യവസായം വൈവിധ്യവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ പശ്ചിമേഷ്യയും ആഫ്രിക്കയും ഉൾപ്പെടെ 50 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. നിലവിൽ ഇന്ത്യൻ കയറ്റുമതിയുടെ 90% പങ്കും ഈ 50 രാജ്യങ്ങളിൽ നിന്നാണ്. ട്രംപിന്റെ തീരുവ ഏർപ്പെടുത്തിയ ആഘാതം ലഘൂകരിക്കാൻ കയറ്റുമതി രംഗത്തെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ഒരു വഴി. വൈവിധ്യമായ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയാണ് അടുത്ത വഴി. വാണിജ്യ മന്ത്രാലയം ഈ നയങ്ങളിലൂന്നിയാണ് പുതിയ തന്ത്രങ്ങൾ മെനയുന്നത്. കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ വിപണിയെയും പഠിച്ച് അവയ്ക്ക് വേണ്ട മുൻഗണനാ ഉൽപ്പന്നങ്ങൾ തിരിച്ചറിഞ്ഞ് വ്യാപാരം നടത്തുക എന്ന തന്ത്രമാണ് മറ്റൊന്ന്. കയറ്റുമതി മേഖലയ്ക്ക് ഉണർവേകാൻ സാങ്കേതിക തടസ്സങ്ങൾ ഉടൻ പരിഹരിക്കാനുള്ള ശ്രമങ്ങളും വാണിജ്യ മന്ത്രാലയം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഭാഗമായി 2250 കോടി രൂപയുടെ കയറ്റുമതി പുനരുജ്ജീവന പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കയറ്റുമതി വ്യവസായ മേഖലയിലുള്ളവരുടെ ദീർഘകാല ആവശ്യമായിരുന്നു. ട്രംപിന്റെ പകരച്ചുങ്കമെന്ന വിരട്ടലിനോട് ജനങ്ങൾ പ്രതികരിച്ചത് ആദ്യം സോഷ്യൽ മീഡിയയിലൂടെയുള്ള ബഹിഷ്കരണ ആഹ്വാനങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയുമാണ്. ഒപ്പം സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം കൂടി കഴിഞ്ഞ ദിവസം വന്നതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി. അമേരിക്ക ആസ്ഥാനമായുള്ള എല്ലാ ടെക് കമ്പനികളിലും ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനമുണ്ട് ഇന്ത്യൻ ടെക്കികൾക്ക്. എന്തിന്, ടെക് ഭീമന്മാരുടെ തലപ്പത്തുള്ളവരും ഇന്ത്യൻ വംശജർ തന്നെ. അതിനു പുറമെ ഇന്ത്യയിലെ ടെക് കമ്പനികൾ ലോകത്തിനായി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നു. എന്നാൽ രാജ്യത്തിന് മുൻഗണന നൽകേണ്ട സമയമാണിതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. പ്രധാനമന്ത്രിക്ക് പിന്നാലെ ഇതേ ആവശ്യവുമായി രാജ്യത്തെ വ്യവസായ പ്രമുഖരുമെത്തി. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായത് ഇതോടെയാണ്. ഇന്ത്യയിൽ പ്രചാരമുള്ള പ്രമുഖ അമേരിക്കൻ ബ്രാൻഡുകളായ ആപ്പിൾ, മക്ഡൊണാൾഡ്സ്, കൊക്കക്കോള, പെപ്സി, ഡോമിനോസ്, ഇ-കൊമേഴ്സ് വെബ്സൈറ്റായ ആമസോൺ എന്നിവയ്ക്കൊക്കെ ബഹിഷ്കരണ ആഹ്വാനമുണ്ട്. ഈ വ്യവസായ ഭീമന്മാരുടെ എല്ലാം പ്രധാന വിപണികളിലൊന്നാണ് ഇന്ത്യ. മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സാപ്പിന് ഏറ്റവും കൂടുതൽ യൂസർമാരുള്ളതും ഇന്ത്യയിൽ തന്നെ. ആപ്പിളിൻ്റെയും കൊക്കക്കോളയുടെയും പെപ്സിയുടെയും സ്റ്റാർബക്സിൻ്റെയും ഒക്കെ വരുമാനദാതാക്കളിൽ മുൻപന്തിയിൽ ഇന്ത്യയുണ്ട്. ഇലോൺ മസ്കിൻ്റെ ടെസ്ലയും സ്റ്റാർലിങ്കും ഒക്കെ ഇന്ത്യൻ വിപണിയിലേക്ക് ഇറങ്ങാനുള്ള അന്തിമ നീക്കത്തിലുമാണ്. ഈ സാഹചര്യത്തിലാണ് ബഹിഷ്കരണാഹ്വാനം. അമേരിക്കയുടെ 8ാമത്തെ വലിയ ഇറക്കുമതി പങ്കാളിയാണ് ഇന്ത്യ. പ്രതിവർഷം $40 ബില്യൺ ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, ന്യൂക്ലിയർ റിയാക്ടറുകളും ബോയിലറും ഉൾപ്പെടെയുള്ള മെഷീനറികൾ, മെഡിക്കൽ അപ്പാരറ്റസുകൾ, മുത്ത്, രത്നം, ലോഹങ്ങൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, പ്ലാസ്റ്റിക്, പഴവർഗ്ഗങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയവയാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രധാന ഇറക്കുമതി ഉൽപ്പന്നങ്ങൾ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്ന സാഹചര്യമുണ്ടായാൽ മെഷീനറികൾ, പഴവർഗ്ഗങ്ങൾ, ബദാം തുടങ്ങിയ ഇന്ത്യ പ്രധാന വിപണിയായ മേഖലയിൽ US-ന് തിരിച്ചടി നേരിട്ടേക്കാം. പല ഉൽപ്പന്നങ്ങൾക്കും ബദൽ വിപണി കണ്ടെത്താൻ US-ന് കഴിയുമെങ്കിലും ഇറക്കുമതി ചെലവ് വർദ്ധിക്കും. കൂടാതെ ആപ്പിളും ആമസോണും കൊക്കക്കോളയും ബോയിങ്ങും ഉൾപ്പെടെയുള്ള ബ്രാൻഡ് ഭീമന്മാർക്ക് അവരുടെ പ്രധാന വിപണികളിലൊന്നായ ഇന്ത്യയിൽ ബഹിഷ്കരണം നേരിട്ടാൽ അതവരുടെ വളർച്ചയ്ക്ക് വരെ ഭീഷണിയാകും. അതുകൊണ്ട് തന്നെ വ്യാപാര നിലപാടുകളിൽ മൃദുസമീപനം സ്വീകരിക്കാൻ അവർ US ഗവൺമെന്റിന് മേൽ സമ്മർദ്ദം ചെലുത്തിയേക്കും. ബഹുരാഷ്ട്ര കമ്പനികൾക്ക് എന്നും ആവശ്യമുള്ള വിപണിയാണ് ഇന്ത്യ. ഉപഭോക്തൃ തലത്തിലുള്ള ഒരു ബഹിഷ്കരണം ശക്തമായാൽ അത് ഇന്ത്യ സമ്മർദ്ദതന്ത്രങ്ങൾ സഹിക്കില്ല എന്ന രാഷ്ട്രീയ സന്ദേശമായി വ്യാഖ്യാനിക്കപ്പെടും. അതുതന്നെയാണ് ബഹിഷ്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് ആഭ്യന്തര ഉൽപ്പാദനം ശക്തമാക്കാനുള്ള അവസരമായും ബഹിഷ്കരണത്തെ കാണുന്നവരുണ്ട്. ഇലക്ട്രോണിക്സ്, പ്രതിരോധം, മെഷീനറി തുടങ്ങിയ മേക്ക് ഇൻ ഇന്ത്യ മേഖലകളിലെ നിക്ഷേപങ്ങൾ ത്വരിതപ്പെടുത്താൻ ഇത് കാരണമാക്കിയേക്കാം. ഇത് കാലക്രമേണ ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കും. യുഎസിന് ബദലായി റഷ്യ, ചൈന, യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ആസിയൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും ഇന്ത്യ നടത്തും. മറിച്ചുള്ള അഭിപ്രായവും ഉയരുന്നുണ്ട്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നത് ചില മേഖലകളിൽ വിപരീതമായി ബാധിക്കും. ആധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വാണിജ്യ വിമാനങ്ങളുടെ ഭാഗങ്ങൾ, ചില കെമിക്കലുകൾ എന്നിവ വാങ്ങാൻ ഇന്ത്യ ആശ്രയിക്കുന്ന പ്രധാന വിപണി US ആണ്. US-നെ ബഹിഷ്കരിച്ചാൽ ഇവ വാങ്ങാൻ ഇന്ത്യക്ക് യൂറോപ്പോ ജപ്പാനോ പോലുള്ള മറ്റു വിപണികൾ കണ്ടെത്തേണ്ടി വരും. അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപ്പാദനം നടത്തണം. ഇതിന് മാസങ്ങളോ വർഷങ്ങളോ സമയമെടുക്കും. കൂടാതെ വിതരണക്കാരെ മാറ്റുന്നത് വില വർധനവിന് കാരണമാകുകയും ചെയ്യും. മാത്രമല്ല US-ഇന്ത്യ പ്രവാസി ബന്ധങ്ങളിൽ പിരിമുറുക്കം ഉണ്ടാക്കാനും ഇത് കാരണമാകും. ഇതിനു മുമ്പ് വിദേശ ഉൽപ്പന്നങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നടന്ന പ്രധാന ബഹിഷ്കരണം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ 1905-ലെ സ്വദേശി പ്രസ്ഥാനവും 1920-കളിലെ നിസ്സഹകരണ പ്രസ്ഥാനവുമാണ്. അന്നത്തെ ബഹിഷ്കരണം ഇന്ത്യയുടെ ആഭ്യന്തര വ്യവസായ വളർച്ചയ്ക്ക് സഹായിച്ചിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം ശക്തമായാൽ അത് ഇന്ത്യൻ വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമുണ്ട്. എന്തൊക്കെയായാലും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കുള്ള സ്വീകാര്യത കൊണ്ടും ശക്തമായി കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ ആയതുകൊണ്ടും മികച്ച വിപണി ആയതുകൊണ്ടും ട്രംപിന്റെ വിരട്ടലിന് അധികം ആയുസ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ.